യെസ്, ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന വാർത്ത. പത്തനംതിട്ട കരുമാൻതോട് തൂമ്പാക്കുളത്ത് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞു. കുട്ടികളെ കോന്നി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, കുട്ടികളുടെ അവസ്ഥ എന്താണ്? വലിയ പരിക്കൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് വിജയകുമാർ, അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം നടന്നത്. ഈ പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തേക്ക് കോന്നിയിൽ നിന്ന് എത്തുന്നതേയുള്ളൂ. കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. കരുമാൻതോട് തുമ്പാക്കുളത്താണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. എന്തായാലും ആശുപത്രിയിലേക്ക് ഇവരെ ഈ ഫയർഫോഴ്സും ഒക്കെ എത്തി മാറ്റാനുള്ള ശ്രമം ആരംഭിക്കുന്നതേ ഉള്ളൂ. ഗുരുതരമാണോ? കുട്ടികൾക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടോ? എത്ര പേരുണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിച്ചു വരണം. വലിയൊരു അപകടമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് ഈ സംവിധാനങ്ങളൊക്കെ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതേ ഉള്ളൂ. ഏത് തരത്തിലാണ് ഈ അപകടത്തിന്റെ ഒരു ഗ്രാവിറ്റി എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കാനാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷയാണ് തോട്ടിലേക്ക് മറിഞ്ഞത്. നിയന്ത്രണം വിട്ട് മറിഞ്ഞു എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. അതിനപ്പുറത്തേക്ക് ഇതിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു, കുട്ടികളെ കയറ്റി വന്നതാണ് ഈ അപകട കാരണം, അമിത വേഗത ഉണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും അറിയാനുണ്ട്. എന്തായാലും അവിടേക്ക് ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം പ്രാഥമികമായി ആരംഭിച്ചു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ജയശങ്കർ, വിവരങ്ങൾ ശേഖരിക്കാൻ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ എന്നറിയാം. പക്ഷേ അപ്പോഴും ഈ മുഴുവൻ കുട്ടികളും, പരിക്കേറ്റ മുഴുവൻ കുട്ടികളെയും ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഈ കോന്നി ആശുപത്രിയുമായി അടുത്ത സ്ഥലമാണോ? മറ്റാശുപത്രികൾ ഏതെങ്കിലുമൊക്കെ അടുത്തുണ്ടോ? അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുമോ? അത്തരം വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അതായത് വിജയകുമാർ, അത്തരം വ്യക്തമായ വിവരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. കാരണം അങ്ങോട്ടേക്ക് ഈ ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തുന്നേ ഉള്ളൂ. കോന്നിയുടെ കുറച്ചുള്ളിലേക്കുള്ള പ്രദേശമാണ്. അവിടുന്ന് ആളുകളെ റെസ്ക്യൂ ചെയ്ത് ഈ ആംബുലൻസിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ കോന്നി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അടുത്തുള്ള സ്ഥലം മെഡിക്കൽ കോളേജാണ്. സ്വാഭാവികമായും നിലവിൽ അവിടെ ഈ ദൗത്യ സംഘം, ഈ രക്ഷാസംഘം അവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അപകടത്തിന്റെ ഗ്രാവിറ്റി ഉൾപ്പെടെ നമുക്ക് വരും മിനിറ്റുകളിലെ നമുക്ക് അതിന്റെ വിവരങ്ങൾ ലഭ്യമാകും. കുറച്ചധികം വിവരശേഖരണം നടത്താനുണ്ട്. കാരണം പത്തനംതിട്ട നഗരത്തിൽ നിന്ന് ഉൾപ്പെടെ കോന്നിയിൽ നിന്ന് ഉൾപ്പെടെ കുറച്ച് ഉള്ളോട്ടുള്ള ഒരു ശരി ജയശങ്കർ, വിവരങ്ങൾ ശേഖരിക്കുക. കുട്ടികൾക്ക് വലിയ പരിക്കൊന്നുമില്ല എന്ന ഒരു ആശ്വാസ വാർത്ത വൈകാതെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വീടുകളിലേക്ക് പോകുന്ന സമയമാണ്. അങ്ങനെ കൊണ്ടുപോയ ഒരു ഓട്ടോറിക്ഷയാണ് അവിടെ ഒരു തോട്ടിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. ആ സ്ഥലം തുമ്പാക്കുളത്ത്, ആ സ്ഥലമാണ് കരുമാൻതോട്, പത്തനംതിട്ടയാണ്. കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കുട്ടികളെ മാറ്റുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.